الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ റമദാനിന്റെ എല്ലാ നന്മകളും പരമാവധി നേടണമെന്ന പ്രതീക്ഷയോടും പ്രതീക്ഷയോടും കൂടി അള്ളാഹുവിലേക്ക് മടങ്ങുക എന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. എല്ലാ റമദാനിലെ ഇഫ്താറിന്റെ നേരത്തും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ വചനം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടിരിക്കുമോ, അഥവാ ആ കൂട്ടത്തിലാവാൻ നമ്മൾ ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, പഠിച്ചവനോടും പടപ്പുകളോടും ചെയ്യാൻ ബാക്കിയുള്ളത് എന്താണ് എന്ന് ചിന്തിക്കേണ്ട സമയത്താണ് നമ്മളുള്ളത്. അള്ളാഹുവിനോട് നമുക്കൊരുപാട് കടമകളുണ്ട്. ആ കടമകൾ അതിൽപ്പെട്ടതാണ് നോമ്പ്. കഷ്ടപ്പെട്ടിട്ടെങ്കിലും ക്ഷീണവും പ്രയാസവും വിശപ്പും ദാഹവും മറ്റു അസൗകര്യങ്ങളും ക്ഷമിച്ചുകൊണ്ടാണെങ്കിലും നോമ്പെടുക്കുന്നത് അള്ളാഹുവിനോടുള്ള കരാർ പാലിക്കണമല്ലോ, അല്ലെങ്കിൽ അവന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന ചിന്ത കൊണ്ട് മാത്രമാണ് നമ്മൾ നോമ്പെടുക്കുന്നത്. അതുപോലെ മറ്റു കർമ്മങ്ങൾ അള്ളാഹുവിനോടുള്ള ഇതുപോലെയുള്ള കരാറുകൾ പോലെ തന്നെ നമുക്ക് മനുഷ്യരോടും ഒരുപാട് കടമകളുണ്ട്. ആ കടമകളും കൂടി നിർവഹിച്ചാൽ മാത്രമേ അള്ളാഹു നമ്മിൽ നിന്ന് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹു മനുഷ്യ ജീവിതത്തെ പറ്റി പറഞ്ഞു തന്നിട്ടുള്ളത്
ഒരു കച്ചവടമാണ് എന്നാണ്. കൊള്ളക്കൊടുക്ക, ഇങ്ങോട്ട് വാങ്ങുക, കുറച്ചങ്ങോട്ട് കൊടുക്കുക, അള്ളാഹുവിന് കൊടുക്കുക, അള്ളാഹുവിൽ നിന്ന് വാങ്ങുക. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം. വിശ്വാസികളെ, ഒരു കച്ചവടത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? നിങ്ങളെ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കച്ചവടം. അത് തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. നിങ്ങൾ വിശ്വസിക്കണം അള്ളാഹുവിൽ, അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾ വിശ്വസിക്കണം. അവർ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കണം. അള്ളാഹുവിന്റെയും റസൂലിന്റെയും വിശ്വാസത്തിൽ നിങ്ങൾക്ക് വിഷമകരമായി വന്നിട്ടുണ്ടെങ്കിൽ ആ വിഷമകരമായ കാര്യങ്ങൾ സഹിക്കാനും ത്യാഗം ചെയ്യാനും നിങ്ങൾ തയ്യാറാവണം. നിങ്ങളുടെ ശരീരം കൊണ്ടെന്ന പോലെ നിങ്ങളുടെ സമ്പത്തുക്കൾ കൊണ്ടും അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ ഒരുങ്ങണം. അതാണ് നിങ്ങൾക്ക് നല്ലത് ഇഹലോകത്തും പരലോകത്തും എന്നാണ് സൂറത്തു സഫിൽ ആ കച്ചവടത്തെ പറ്റി അള്ളാഹു പറയുന്നത്. അപ്പൊ ഈ ഒരു കച്ചവടത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിന് കൊടുക്കേണ്ടത് കൊടുത്ത് അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടത് വാങ്ങുക. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അള്ളാഹു വിശ്വാസികളിൽ നിന്ന് അവരുടെ ശരീരത്തെയും സമ്പത്തിനെയും വിലക്ക് വാങ്ങിയിരിക്കുന്നു. അതിനു പകരം അള്ളാഹു സ്വർഗം കൊടുക്കാം എന്ന നിശ്ചയത്തിന്മേൽ. ഈ കച്ചവടത്തിന്റെ സ്വഭാവം അതാണ്. സ്വർഗത്തിന് പകരം നമ്മളുടെ ജീവിതത്തെ, നമ്മളുടെ ജീവിതത്തിലെ അധ്വാനങ്ങളെ, നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ സുഖ സൗകര്യങ്ങളെ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഒഴിവാക്കി കൊടുക്കുന്നു. എന്നിട്ട് അള്ളാഹുവിൽ നിന്ന് നാം സ്വർഗം നാളെ തിരിച്ചു വാങ്ങുന്നു. മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം മാത്രമാണുള്ളത്. അവർ സ്വന്തം ശരീരങ്ങളെ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അങ്ങോട്ട് കൊടുക്കും, വിലക്ക് കൊടുക്കും. എന്നിട്ട് അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രീതിയും സ്വർഗവും വാങ്ങും. അള്ളാഹു റഊഫും ബിൽ ഇബാദ്. അവർ അള്ളാഹുവിന് വേണ്ടി കൊടുത്താൽ അവർക്ക് അള്ളാഹു തആല തിരിച്ചു കൊടുക്കാൻ മാത്രം അള്ളാഹു ദയയുള്ളവനാണ് മനുഷ്യരോട് എന്നിങ്ങനെയൊക്കെ അള്ളാഹു പറഞ്ഞു. അല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരാൾ തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അവന്റെ സമ്പത്ത് കൊണ്ടും മറ്റു ഒത്താശകൾ ചെയ്തുകൊണ്ടും മറ്റുള്ളവർക്ക് ഒരാൾ സഹായിച്ചാൽ അവനെ സഹായിക്കാൻ അള്ളാഹു ഉണ്ടായിരിക്കും എപ്പോഴും. അല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. അപ്പൊ സഹോദരങ്ങൾ, ദാനധർമ്മങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അള്ളാഹു നമ്മിൽ ഏൽപ്പിച്ചത് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. നിർബന്ധമായി ചെലവഴിക്കേണ്ട സക്കാത്ത് ചെലവഴിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മുസ്ലിം ആവില്ല. എന്തൊക്കെ തറവാട്ട് മഹിമയും എത്ര ഇസ്ലാമിന്റെ പാരമ്പര്യവും പറഞ്ഞാലും ഇസ്ലാമിനെ 5-1 നാം നഷ്ടപ്പെടുത്തിയാൽ, സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ മുസ്ലിം ആവില്ല. അതിന്റെ പുറമെ തന്നെ നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ 2.5 കഴിച്ച് ബാക്കിയുള്ളതിൽ നിന്ന് ദാനധർമ്മം കൊടുക്കാൻ വേണ്ടി അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. ഉലൈകല്ലദീന ഇശ്തറവു ളലാലത ബിൽ ഹുദാ ഫമാ റബിഹത് തിജാറതുഹും വമാ കാനൂ മുഹ്തദീൻ. ഒരു കൂട്ടരെ പറ്റി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അവർ മുസ്ലിങ്ങളാണ് എന്ന് പറയും, ഞങ്ങളും വിശ്വസിച്ചു, ആമന്നാ ബില്ലാഹി വഅതഅനാ എന്ന് പറയും. പക്ഷേ ജനങ്ങളെ സഹായിക്കേണ്ടയിടത്ത്, കഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് കൈ നീട്ടേണ്ടയിടത്ത്, അവരുടെ നേരെ കൈ നീട്ടേണ്ടയിടത്ത് കൈ നീട്ടാൻ തയ്യാറില്ലാതെ വായ കൊണ്ട് മുസ്ലിമാണ് എന്ന് പറഞ്ഞവരെ പറ്റി സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞത് ഉലൈകല്ലദീന ഇശ്തറവു ളലാലത ബിൽ ഹുദാ. സന്മാർഗത്തിനെ ആർക്കോ വലിച്ചു കൊടുത്തെറിഞ്ഞു കൊടുത്ത് ലലാലത്ത് വിലക്ക് വാങ്ങിയവരാണ് അവർ. ഫമാ റബിഹത് തിജാറതുഹും. ഈ കച്ചവടത്തിൽ ലാഭമില്ല എന്നാണ്. ഫമാ കാനൂ മുഹ്തദീൻ. അവരോട്ട് ഹിദായത്തിലേക്ക് വരാനും പോകുന്നില്ല. ഇതൊക്കെ അള്ളാഹു നമ്മളോട് പറഞ്ഞത് ദാനധർമ്മങ്ങൾ. അത് റമദാൻ മാത്രമല്ല, അതല്ലെങ്കിൽ
പ്രത്യേക സമയത്ത് മാത്രമല്ല, എല്ലായ്പ്പോഴും നമുക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമദാനിലെ സ്വഭാവത്തെ പറ്റി പറഞ്ഞപ്പോൾ കാറ്റിനേക്കാളും വേഗതയിൽ അദ്ദേഹം ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നു എന്ന് സഹിയായ ഹദീസുകളിൽ കാണാം. പക്ഷേ പ്രശ്നം നമ്മുടെ ഉൾഭയമാണ്. നഷ്ടപ്പെടുമോ, നമ്മൾ ഉള്ളത് കഴിയുമോ, ഇവിടെ സൂക്ഷിച്ചു വെച്ചതിൽ നിന്ന് എടുക്കേണ്ടി വരുമോ എന്ന ഭയം കൊണ്ടാണ് നമ്മൾ ചില്ലറ തുട്ടുകൾ കൊണ്ട് പാവങ്ങൾക്ക് കൊടുത്ത് ബാക്കി നമ്മുടെ കയ്യിലിരിക്കാൻ നമ്മുടെ മനസ്സ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അശ്ശൈത്വാനു യഈദുകുമുൽ ഫഖർ വയഅ്മുറുകും ബിസ്സൂഇ വൽ ഫഹ്ശാ. പിശാച് നിങ്ങളോട് കൽപ്പിക്കുന്നു, പേടിപ്പിക്കുകയാണ് പിശാച്. ദാരിദ്ര്യമാവും കേട്ടോ, കൊടുത്താൽ പോകും, കൊടുത്താൽ നഷ്ടപ്പെടും, അത്രയും കുറയും, പിന്നെ ദാരിദ്ര്യത്തിലേക്ക് വരും. ഇത് പിശാച്ചാണ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്, അങ്ങനെ ചെയ്യാൻ പേടിപ്പിക്കുന്നത്. ബിൽ ഫഹ്ശാഇ. കഷ്ടപ്പെടുന്ന മനുഷ്യന്മാർ മുമ്പിലിരിക്കെ അവരുടെ നേരെ കൈ നീട്ടാതെ നീചമായി ജീവിക്കുന്ന മനുഷ്യരെ അതിന് പ്രേരിപ്പിക്കുന്നത് പിശാച്ചാണ്. വല്ലാഹു യഈദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ല. അല്ലാഹു അവന്റെ പാപമോചനമാണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യൂ, നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യൂ, പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ വേണ്ടി നിങ്ങളെ കൊണ്ടാവുന്നത് ചെയ്യൂ. ഒരിക്കലും അള്ളാഹു നിങ്ങൾക്ക് നഷ്ടം വരുത്തുകയില്ല. അള്ളാഹുവിന്റെ ഫദ്ല്, ഔദാര്യം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹുവിന്റെ ഖജനാവ് വിശാലമാണ്, എല്ലാം അറിയുന്നവനാണ്. കൊടുക്കുന്നവനാരാണ്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവനാരാണ്, സത്യസന്ധനാരാണ് എന്നൊക്കെ ബാഹ്യമായ ഹാവഭാവങ്ങളല്ല, മനസ്സിന്റെ ഉള്ളറിയുന്ന അള്ളാഹു എല്ലാം അറിയും. അതുകൊണ്ട് നിങ്ങൾ പിശാചിന്റെ ദുർപ്രേരണയിൽ അകപ്പെടാതെ ദാനധർമ്മങ്ങളിൽ നിന്നും സൽപ്രവൃത്തികളിൽ നിന്നും മാറിപ്പോകരുത് എന്നൊക്കെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഈ ദാനധർമ്മത്തെ പറ്റിയുള്ള ചിന്ത മറ്റേത് കാലത്തേക്കാളും ഇപ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. പലർക്കും തോന്നും ഇത് നഷ്ടപ്പെടുമല്ലോ. ഒരാളും ധർമ്മം ചെയ്തിട്ട് അവന്റെ പണം കുറഞ്ഞു പോയിട്ടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് വിളിച്ചു പറയുന്നത്. യബ്ന ആദം, ആദമിന്റെ പുത്ര, മനുഷ്യപുത്ര, അൻഫിഖ്, നീ പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കൂ. യുംഫഖ് അലൈക, നിന്റെ മേൽ നിനക്ക് ആവശ്യമുള്ളത് അള്ളാഹ് ചെലവഴിച്ചു തരും, അള്ളാഹു നിനക്ക് ചെലവ് തരും, നീ പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ. ഇതൊക്കെ നമുക്ക് പാഠമാകണം. സനാഇഉൽ മഅറൂഫി തഖീ മസാരിഅസ്സൂഖ്. മനുഷ്യന്മാർക്ക് മഅറൂഫായിട്ടുള്ള ഗുണകരമായ കാര്യങ്ങൾ ചെയ്യൽ, ആശ്വാസകരമായിട്ടുള്ള സഹായങ്ങളും ആശ്വാസവാക്കുകളുമാകുന്ന പ്രവൃത്തികൾ. തഖീ മസാരിഅസ്സൂഖ്, ഏതെങ്കിലും അപകടത്തിലും വിഷമഘട്ടത്തിലും എത്തി വീഴുന്നതിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും. പാവങ്ങളോടും മനുഷ്യരോടുമുള്ള നല്ല വാക്കുകൾ, നല്ല പ്രവർത്തനങ്ങൾ, ദാനധർമ്മങ്ങൾ എന്നാണ് നബി പറയുന്നത്. രഹസ്യമായിട്ടുള്ള ദാനധർമ്മങ്ങൾ റബ്ബിന്റെ കോപത്തിൽ നിന്ന് നിനക്ക് ആശ്വാസം വരുത്തും, അള്ളാഹുവിന്റെ കോപമില്ലാതെയാക്കി തരും. ദാനധർമ്മങ്ങൾ ചെയ്താൽ അതുതന്നെ വലത് കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ പോലും അറിയാതെ രഹസ്യമായി പാവങ്ങൾക്ക് ആത്മാർത്ഥമായി ചെയ്താൽ റബ്ബിന്റെ വളബിൽ നിന്ന് രക്ഷപ്പെടുകയും ഏതെങ്കിലും തിന്മയുടെ കുഴിയിൽ പോയി ചാടുന്നതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അള്ളാഹു പറയുന്നു, അള്ളാഹുവിന് കടം കൊടുക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ? നല്ല കടം, അള്ളാഹുവിനാണ് കടം കൊടുക്കുന്നത്. ഖജനാവിന്റെ ഉടമയായ റബ്ബിന് ആരുണ്ട് കടം കൊടുക്കാൻ? അള്ളാഹുവിന് കടം കൊടുത്താൽ തിരിച്ച് ഇരട്ടിയായി അള്ളാഹു തിരിച്ചു തരും. അങ്ങനെയുള്ള ഒരു കടം ബാങ്കിലിട്ടാൽ ഒരുപാട് പലിശ കിട്ടും, അല്ലെങ്കിൽ പലിശക്ക് പണം കൊടുത്താൽ ഒരുപാട് തിരിച്ചു കിട്ടും.
എന്നാൽ ഇവിടെ അള്ളാഹുവിന് കടം കൊടുക്കാൻ ആരുണ്ട്? അള്ളാഹു ചോദിക്കുന്നു, മൻ ദല്ലദി യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന ഫയുളാഇഫു ലഹു അദ്ആഫൻ കസീറ. അള്ളാഹ്ക്ക് കൊടുത്താൽ ഇരട്ടിയായിട്ട് തരും. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ഇത് ദാനധർമ്മത്തെ പറ്റിയാണ്. പാവങ്ങൾക്ക് കൊടുക്കുന്നത് കടമാണ്, അള്ളാഹ്ക്ക് കൊടുക്കുന്ന കടമാണ്. ആ അള്ളാഹു അവൻ ഇരട്ടിയായി കടം വീട്ടി തരും. എന്നിട്ട് അള്ളാഹ് പറയുന്നു, വല്ലാഹു യഖ്ബിദു, നിങ്ങൾക്ക് തരാതെ പിടിച്ചു വെക്കുന്നവനും അള്ളാഹുവാണ്. വയബ്സുതു, നിങ്ങൾക്ക് തന്നത് വിശാലമായി തന്നതും അള്ളാഹു തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാതെ, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ പരിഗണിക്കാതെ, സക്കാത്തും സദഖയും കൊടുക്കാതെ പിടിച്ചു വെച്ചാൽ അത് നിങ്ങൾക്ക് തന്നത് അള്ളാഹുവാണ്. വല്ലാഹു യഖ്ബിദു, അവനത് പിടിച്ചു വെക്കാൻ അറിയാം, തരാതിരിക്കാനും അറിയാം. വയബ്സുതു, അതെല്ലാം നിങ്ങൾ ദാനധർമ്മങ്ങൾ കൊടുത്താൽ അതിന് പ്രതിഫലമായി വിശാലമായി കൈയഴിഞ്ഞ് തരാനും അള്ളാഹുവിനറിയാം. വഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് നിങ്ങളുടെ മടക്കം. സഹോദരങ്ങൾ, ദാനധർമ്മത്തിന്റെ കാലമാണ്. പലരും യാചിച്ചു വരുന്നുണ്ട്, അവർ നമ്മൾ മടക്കേണ്ടതില്ല. പക്ഷേ അതിൽ നല്ല ആളുകളും ചീത്ത ആളുകളും ഉണ്ടാകും. അതിനേക്കാൾ അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സമൂഹത്തിലെ ഗുണകരമായ കാര്യങ്ങൾ, പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഇതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ്, അവർ നമ്മളോട് ചോദിച്ചു വന്നിട്ടില്ലെങ്കിലും കണ്ടറിഞ്ഞ് കൊടുക്കാനും നന്മയുടെ കാര്യങ്ങളിലേക്ക് എത്രയോ ആളുകൾ ഒരുപാട് ആവശ്യങ്ങളുമായി നമ്മളെ സമീപിക്കുന്നു. അവരെ നമ്മൾക്കറിയില്ല, നമ്മളെ അവർക്കും അറിയില്ല. അവർക്കൊക്കെ എന്തെങ്കിലും കൊടുത്താൽ നഷ്ടപ്പെടുകയില്ല എന്ന ചുരുങ്ങിയ ഈമാനെങ്കിലും നമുക്കുണ്ടാവണമെന്നാണ് പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് 4 വിഭാഗം മനുഷ്യന്മാരെ പറ്റി. ഒന്നാമത്തെ വിഭാഗം ഇങ്ങനൊക്കെ വേണം, ഇതൊക്കെ കൊണ്ടേ രക്ഷപ്പെടൂ, ഞാൻ എന്റെ സമ്പത്ത് കൊണ്ട് പരലോകത്തേക്ക് കൊണ്ടുപോകില്ല, എനിക്ക് എന്തെങ്കിലുമൊക്കെ നാളേക്ക് വേണ്ടി കരുതി വെച്ച് സ്വർഗത്തിന് വേണ്ടി പഠിച്ചവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന വിചാരം, അറിവുമുള്ള, അതിനനുസരിച്ച് ചെയ്യാൻ കഴിവുമുള്ള ആള്. റജുലുൻ അഅതാഹുല്ലാഹു മാലൻ വഇൽമൻ, അള്ളാഹു ഇൽമും കൊടുത്തു, അറിവും കൊടുത്തു, അവനാണ്. എന്നിട്ട് അവൻ അതനുസരിച്ച്, അറിവനുസരിച്ച് തന്റെ സമ്പത്തിനെ നന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിയവർ. അവരാണ് ഏറ്റവും ഭൂമിയിൽ ഏറ്റവും നല്ലവരായി അള്ളാഹുവിന്റെ അടുക്കലുള്ളത്. മറ്റൊരു കൂട്ടർ പറയുന്നത്, അള്ളാഹു തആല ചെയ്യണമല്ലോ എന്ന ബോധവും അറിവും കൊടുത്തു, ചെയ്യാൻ ആഗ്രഹമുണ്ട്, ആത്മാർത്ഥതയുണ്ട്, പക്ഷെ കയ്യിൽ കൊടുക്കാനില്ല, ദരിദ്രന്മാരാണ് അവർ. നബി പറയുന്നു, അവരെയും ആ കൊടുക്കുന്നവരെ പോലെ, അറിവും ധനവുമുള്ളവരെ പോലെ ഉയർന്ന സ്ഥാനത്തേക്ക് അവർ ഉയർത്തും. അള്ളാഹ് കൊടുക്കാത്തത് കൊണ്ടാണല്ലോ, ദാരിദ്ര്യം കൊണ്ടാണല്ലോ കൊടുക്കാത്തത്, കൊടുക്കാനുള്ള വിചാരമില്ലാത്തത് കൊണ്ടല്ല. എന്നാൽ മൂന്നാമത്തെ ഒരു വിഭാഗം മനുഷ്യന്മാർ അള്ളാഹു തആല അറിവും കൊടുത്തു, അറിവ് കൊടുത്തില്ല, സമ്പത്ത് കൊടുത്തു. സമ്പത്ത് ധാരാളമുണ്ട് കയ്യിൽ, പക്ഷെ എങ്ങനെ ചെലവഴിക്കണമെന്ന് അറിഞ്ഞുകൂടാ. ചെലവഴിക്കുന്നത് നല്ല മാർഗത്തിലാണോ ചീത്ത മാർഗത്തിലാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന മനുഷ്യന്മാർ, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ചെലവഴിക്കാത്ത ആളുകൾ, അവർക്ക് അറിവില്ല, ബോധമില്ല, എന്നാൽ പണമുണ്ട്. അവരാണ് ഭൂമിയിലെ ഏറ്റവും നികൃഷ്ടന്മാർ. അസ്വഉൽ മനാസിൽ, ഭൂമിയിലെ നികൃഷ്ട ജീവികൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നാലാമത്തെ ഒരു വിഭാഗം, ഒരിക്കൽ അറിവുമില്ല, പണവുമില്ല, ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലാണ്, എന്നാൽ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണമെന്നുള്ള ബോധവുമില്ലാതെ ജീവിക്കുന്ന ആളുകൾ. അവരും നികൃഷ്ട ജീവികളാണെന്നൊക്കെ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളിൽ നാം കുറച്ചൊക്കെ കയ്യയഞ്ഞ് സമൂഹത്തിൽ കണ്ടറിഞ്ഞ് സമൂഹത്തിലെ കഷ്ടപ്പെടുന്നവരും ആവശ്യമുള്ളവരുമായ ആളുകൾ ചെലവഴിക്കാനും, ഈ വയറ് പട്ടിണി കിടക്കുന്ന സമയത്ത് അങ്ങനെയുള്ളൊരു മനസ്സുകൂടി നമുക്കുണ്ടാവണമെന്നാണ് ഇസ്ലാം നബിയും നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ,
വിശ്വാസികളാകുമ്പോൾ വിശ്വാസികളുടേതായ എല്ലാ സ്വഭാവങ്ങളും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. വിശ്വാസത്തിന് പ്രത്യേകമായ ഒരു സ്വഭാവമുണ്ട്. നമ്മൾ ഒരുപാട് മതവിഭാഗങ്ങളും കൂടി ജീവിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളുള്ളത്. മതങ്ങളുമായി ലയനമല്ല നമുക്ക് വേണ്ടത്. എല്ലാവരും ചെയ്യേണ്ട പോലെ ഞാനുമുണ്ട്. അതെല്ലാ മതവിശ്വാസികളുടെയും കൂടെ ഞാനും, എനിക്കൊരു പ്രത്യേകമായ മതവും എനിക്കൊരു പ്രത്യേകമായ ആചാരങ്ങളും എനിക്കൊരു പ്രത്യേകമായ രീതിയും അല്ല. എല്ലാവരും ഒപ്പം ഉണ്ട് എന്നുള്ള മതലയനം ഒരു വിശ്വാസിക്ക് പാടില്ല. നേരെ മറിച്ച് മതസൗഹാർദ്ദമാവാം. എല്ലാ മതവിശ്വാസികളുമായി നല്ല കാര്യത്തിലും നമ്മളുടെ ദീനിന്റെ കാര്യത്തിലും സൗഹാർദ്ദത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ജീവിക്കുന്നതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. മതം ഏതും എല്ലാവരും ഒപ്പം കൂടി നടക്കുന്ന അവസ്ഥകൾ ഒരു കാലത്തും ഒരു കാര്യത്തിലും ഉണ്ടാവരുത്. ദാനധർമ്മത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വരികയാണ് സഹോദരങ്ങളെ. ദാനധർമ്മം കൊടുക്കുമ്പോൾ അത് ഞാൻ കൊടുത്തതാണ് അല്ലെങ്കിൽ അദ്ദേഹം തന്നതാണെന്നുള്ള ഒരു ചിന്തയുണ്ടായിക്കൊണ്ട് ദാനധർമ്മം കൊടുത്താൽ കാശും പോകും, കൂലിയും പോകും എന്ന് നമ്മൾ ചിന്തിക്കാം. അതുകൊണ്ട് ഒരിക്കലും റിയാഇന് വേണ്ടി കൊടുക്കരുത്. വലത്തു കൈ കൊടുക്കുന്നത് ഇടതു കൈ അറിയാത്തത് എന്ന് അറിയാതിരിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. പേരിനും പ്രശസ്തിക്കും ആളറിയാനും ആളുകൾ തന്നെ കാണുമ്പോൾ ആദരിക്കുവാനും വേണ്ടി ദാനധർമ്മം കൊടുക്കാതിരിക്കണം നമ്മൾ. അതുപോലെ ഹലാലായ സമ്പത്തിൽ നിന്നായിരിക്കണം ദാനധർമ്മം കൊടുക്കേണ്ടത്. കൊടുക്കുന്നത് മനസ്സ് സംതൃപ്തി അറിഞ്ഞ് കൊടുക്കണം. ഇത് കഷ്ടപ്പെട്ട് ചോദിച്ച് ബുദ്ധിമുട്ടിച്ച് എങ്ങനെ കൊടുക്കാതിരിക്കുക എന്നുള്ള രൂപത്തിൽ നമ്മൾ കൊടുക്കേണ്ടതില്ല. അതുകൊണ്ടൊരു കാര്യവുമില്ല. അതുകൊണ്ട് നമ്മൾ പഠിച്ചവനോടുള്ള ബാധ്യത നിർവഹിക്കുന്നതോടൊപ്പം പടപ്പുകളോടുമുള്ള എല്ലാ കാര്യത്തിലും വാക്കിലും പ്രവൃത്തിയിലും ബന്ധങ്ങളിലും ഒക്കെയുള്ള ആ നന്മകൾ പാലിക്കുന്ന പോലെ തന്നെ നമ്മുടെ സാമ്പത്തിക രംഗത്തും നന്മകൾ പാലിച്ച് പടപ്പുകളോടും പടച്ചവനോടും കൂടിയുള്ള ബാധ്യത നിർവഹിക്കാൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. ഈ പരിശുദ്ധ നോമ്പിൽ ഓരോ ഇഫ്താറിലും അള്ളാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും നമ്മുടെ സുഹൃത്തുക്കളെയും എല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ കൂട്ടത്തിൽ പെടാനുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു തആല വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ ഈ റമദാൻ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ നൽകുന്ന സഹായം പള്ളിയുടെ ഒരു വർഷത്തെ ചെലവിലേക്ക് വേണ്ടിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. എല്ലാ തറാവീഹിനും അല്ലാത്ത വക്തുകൾക്കും പുറത്തു നിന്ന് വരുന്നവർക്ക് നമ്മൾ നല്ല സഹായം കൊടുക്കാറുണ്ട്. ഇവിടെ വന്ന് ആരും നിരാശരായി പോകാറില്ല. ഇത് വെള്ളിയാഴ്ചത്തെ ദിവസം ഒരു വർഷത്തെ ഈ ആവശ്യത്തിനാണ് നിങ്ങൾ സഹായിക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അല്ലാഹു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اشف امراضنا واغفر موتانا وارحمنا وبارك علينا يا رب العالمين. اللهم رب الناس اذهب البأس اشف انت الشافي لا شفاء الا شفاؤك شفاء لا يغادر سقما ولا ألما. آمين برحمتك يا رب.